കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ നമ്മൾ അനുസ്മരിച്ച് പ്രാർത്ഥിച്ച നവംബർ മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചും പ്രാർത്ഥിച്ചും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പരിശുദ്ധ ബലിയർപ്പിച്ചുമൊക്കെ നമ്മുടെ ആത്മാവ് തന്നെ ദൈവികതയിലേക്ക് ഉണർന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു മാസത്തിൻ്റെ അവസാനത്തിൽ നമ്മളായിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ ഒരു ഉറപ്പ് മാത്രം നമുക്കുണ്ടില്ലേ? എന്താണത്? ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ മക്കളെക്കുറിച്ച്, കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷയാണ്. അവനെ എൻജിനീയർ ആക്കണം, ഡോക്ടറാക്കണം, അങ്ങനെ ഒരുപാട് ഏതെല്ലാം വലിയ വലിയ ജോലികളും തസ്തികകളും ഉണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രതീക്ഷയും സ്വപ്നങ്ങളും ഒക്കെ മനസ്സിലുണ്ട്. വല്ല ഉറപ്പുണ്ടോ? ഉറപ്പുള്ള ഒറ്റ കാര്യമുണ്ട്. എന്താണത്? ഈ ലോകത്തിലേക്ക് ജനിച്ചാൽ ഒരാൾ മരിക്കും. ഞാൻ ഓർക്കുകയാണ്, സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരുക്കം നടത്തേണ്ടതും ഏറ്റവും കൂടുതൽ പഠനം നടത്തേണ്ടതും ഏറ്റവും കൂടുതൽ ജാഗരൂകത പുലർത്തേണ്ടതും ഈ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജാഗരൂകത കുറവുള്ളതും ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ ചെലുത്താതെ പോകുന്നതുമായ കാര്യമാണ് മരണം. നമ്മൾ എപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു മരണത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നത്? ആരെങ്കിലും ഒന്ന് മരിച്ചു, അല്ലെങ്കിൽ ചില അകാല മരണങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ ഒരു ടെൻഷനും പേടിയൊക്കെയാണ് കുറച്ച് ദിവസത്തേക്ക്. എൻ്റെ ദൈവമേ, എനിക്കെങ്ങനെ സംഭവിക്കുമോ? വല്ല രോഗം പിടിച്ച ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ എനിക്ക് വല്ല രോഗമുണ്ടോ? ഈ ടെൻഷനൊക്കെ പലർക്കും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് കടന്ന് മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. മുൻപ് വായിച്ചിട്ടുള്ള ഒരു ചിന്ത മനസ്സിൽ ഓർക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഗുരുവിൻ്റെ പക്കൽ ചെന്ന് ചോദിക്കുകയാണ്, ഗുരു, ഞാൻ എപ്പോഴാണ് മാനസാന്തരപ്പെടേണ്ടത്? കാരണം അവൻ ഓർത്തു, നല്ല ദർശനമുള്ള ഗുരു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നേരം മാനസാന്തരപ്പെട്ടാൽ മതിയല്ലോ. ഗുരു പറഞ്ഞു, നിന്റെ മരണത്തിന് തൊട്ട് മുമ്പ് മതി. ഓ, അവന് വലിയ സന്തോഷമായി. കാരണം എന്നാ, കൊച്ചു ചെറുപ്പപ്രായത്തിൽ നല്ല ചൂടും ചൂരും തീക്ഷ്ണതയോടും കൂടെ നടക്കുന്ന പയ്യനാണ്. അവൻ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു, എടാ ഞാൻ ഗുരുവിനോട് ചോദിച്ചടാ, ഗുരു പറഞ്ഞു നിന്റെ മരണത്തിന് മുമ്പ് മാനസാന്തരപ്പെട്ടാൽ മതിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എടാ നിനക്കൊരു കാര്യം കൂടെ ചെയ്യാൻ മേലായിരുന്നോ? നിനക്ക് എപ്പോഴാണ് മരണം എന്നും കൂടെ ഗുരുവിനോട് ചോദിക്കത്തില്ലായിരുന്നോ? ഇവൻ വീണ്ടും പോയി ഗുരുവിനോട് ചോദിച്ചു, ഗുരു, അല്ല ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ, ഞാൻ എപ്പോഴായിരിക്കും മരിക്കുന്നത്? ഗുരു പറഞ്ഞു, ഇപ്പം മുതൽ എപ്പോൾ വേണേലും ആകാം. ഹല്ലേലൂയ. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ മരണം എന്ന് പറയുന്നത് ഏത് സമയം വേണേലും വരാം. അതിന് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വല്ല കാലപ്പഴക്കോ വ്യത്യാസമോ വല്ല കാര്യങ്ങളോ ഉണ്ടോ? ഒന്നുമില്ല. എപ്പോൾ വേണേലും ഇത് വരാം. വെറുതെ നിന്ന നിപ്പിലാണ് ഓരോരുത്തർ പോവുക. നിപ്പനും ഇരിപ്പനും ഒക്കെ ആയിട്ട് പനി, ഡെങ്കി, വെറുതെ നിൽക്കുന്ന സമയത്ത് കാർഡിയാക്ക് അറസ്റ്റായിരുന്നു എന്നൊക്കെ പറയുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തെല്ലാം സംഭവങ്ങളാണ് വരാനിരിക്കുന്നത്. പ്രിയപ്പെട്ടവര്, എങ്കിലും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഈ ഒരു ചിന്ത, ഒപ്പം ഈ ലോക ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എൻ്റെ ജീവനൊന്ന് നിലച്ചാൽ ഈ പോക്ക് എവിടേക്കാണ് എന്ന ചിന്ത നമ്മളിൽ ചിലപ്പോഴൊക്കെ ഇല്ലാതെ പോകുന്നു. എന്നാൽ ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് കടന്നുള്ള ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് ലാസറിന് പുനരുദ്ധാനത്തെക്കുറിച്ച് ഈശോ മർത്ത, മറിയം സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഓർക്കണം, ഈ ലോക ജീവിതത്തിൽ നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഈ മരണശേഷം ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടുമെന്നാണ്. സദുക്കായര് എന്ന് പറയുന്നതായ ഒരു സമൂഹം ഉണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ കാലത്തിന് മുമ്പേ. അവർ വിശ്വസിച്ചിരുന്നു പുനരുദ്ധാനം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഈശോ പുനരുദ്ധാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കർത്താവിനെ കൊടുക്കുവാൻ ഒരു കുനിഷ്ഠ ഉദാഹരണമൊക്കെ കൊണ്ടുവന്ന് അവിടുത്തെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ സദുക്കായരെ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട, കർത്താവ് കൊടുക്കുന്ന മറുപടി എന്താണ് അതിനെക്കുറിച്ച്? കർത്താവ് പറയുന്ന കാര്യം
വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നമുക്ക് പലർക്കും സംഭവിച്ചിരിക്കുന്ന ഒരു അപകടം അതാണ്. പല യുവജനങ്ങളും പറയുകയാണ്, ഓ ഇത് കഴിഞ്ഞ് ഇനി ജീവിതമൊന്നുമില്ല, ഇവിടെ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക, ഇവിടെ അങ്ങ് സന്തോഷം ജീവിക്കുക. ഞാൻ ഓർക്കുകയാണ്, ചില യുവാക്കളും, എന്തിന് യുവതികൾ പോലും ചില ലഹരി അടിമത്തത്തിലും മറ്റു മ്ലേച്ഛതകളും മുഴുകുമ്പോൾ പറയാണ്, അച്ഛാ ഇപ്പോഴൊന്നും അല്ലാതെ പിന്നെ എന്ന് ജീവിക്കാനാ? ഈ ലോക ജീവിതത്തിൽ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക, പിന്നെ എന്തെങ്കിലും ഉണ്ടോന്ന് ആർക്കറിയാ? ഉണ്ടെങ്കിൽ ദൈവം കരുണ കാണിച്ചോളും. പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിച്ചും ദൈവ കാരുണ്യത്തെ ചൂഷണം ചെയ്തും ജീവിക്കുന്ന ഒരു സമൂഹം ഈ കാലഘട്ടത്തിലുണ്ട്. നമ്മൾ ഓർക്കണം, പാപത്തിന്റെ അടിമത്തത്തിലും ലോകത്തിന്റെ മ്ലേച്ഛതകളിലും അതിന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും മുഴുകി ജീവിക്കുമ്പോ ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിതം ഇല്ലെന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമം പലർക്കും ഉണ്ട്. ഇത് ആ പുരാതന സർപ്പത്തിന്റെ അതേ തന്ത്രമാ. എന്ത്? ദൈവം പറയുന്ന ഒന്ന് സത്യമല്ല, ഞാൻ പറയുന്ന സത്യം. ഈ ലോക ജീവിതം അടിച്ചു പൊളിച്ച് സന്തോഷിച്ചോ, പിന്നെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. സ്നേഹമുള്ളവരെ, എന്നാൽ ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ മരിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോട് കൂടെ ഒരു ഉയർപ്പുണ്ട്. ഇത് നിസ്തർക്കമാണ്, ഇത് സത്യമാണ്. നരക കവാടങ്ങൾ പ്രബലപ്പെടുകയില്ലാത്ത പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് നിത്യജീവൻ എന്നത്. കത്തോലിക്ക സഭയുടെ യുവജന മതബോധ ഗ്രന്ഥം അതിന് 156 പഠിപ്പിക്കുകയാണ്, മാമോദീസയുടെ കൂടെ തുടങ്ങുന്ന ജീവനാണ് നിത്യജീവൻ. ഒരിക്കലും അവസാനിക്കാത്ത വിധം ദൈവവുമായിട്ടുള്ള ആഴമുള്ള ബന്ധമാണ് നിത്യജീവൻ. പ്രിയപ്പെട്ടവര്, ക്രിസ്തുവുമായിട്ടുള്ള ആഴപ്പെട്ട ഒരു ബന്ധത്തിൽ എനിക്ക് എന്നെന്നും അവനോട് കൂടെ ആയിരിക്കാൻ ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് നിത്യജീവൻ. ഈ നിത്യജീവനിലേക്കാണ് ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ വളരേണ്ടത്. ഈ നിത്യജീവനെ ലക്ഷ്യമാക്കിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ ജീവിതങ്ങളും കരുപ്പിടിപ്പിക്കപ്പെടേണ്ടത്. ഈ പ്രത്യാശയോടുകൂടെ മരിക്കുന്ന വ്യക്തികളെ കണ്ടെത്തിയിട്ടില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഓർക്കുകയാണ്, ചില വ്യക്തികളൊക്കെ മരിച്ചു കിടക്കുന്നത് കാണാൻ എന്തൊരു പ്രശോഭിതയാണ്. ആ മുഖത്തൊരു തേജസ് എന്താണ് പ്രിയപ്പെട്ടവരെ? ക്രിസ്തുവിന്റെ മുഖത്തെ തേജസ് പോലെ തന്നെ ഒരു പ്രത്യേക തേജസ്. എന്താ കാരണം? മറ്റൊന്നുമല്ല, ഈ ലോകത്തിൽ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിച്ചു ഒരു വിശുദ്ധ ജീവിതം നയിക്കൂ. മരിക്കുമ്പോൾ ആ ഒരു ദൈവിക ദർശനത്തിൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധാത്മാക്കളുടെയും സ്വർഗീയമായൊരു തേജസ്സോടുകൂടെ മരിക്കാനായിട്ട് കാരണമായപ്പോ ആ മുഖം ഒരു പ്രകാശപൂരിതമായി തീരുന്നതിന്റെ വ്യത്യാസം അത് വേറൊന്നുമല്ല. ഇത് കാണുമ്പോഴെങ്കിലും പ്രിയപ്പെട്ട മകനെ മകളെ ഒരു കാര്യം തിരിച്ചറിയണം നീ. എന്താണ്? ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു നിത്യജീവനുണ്ട്. അവനോ അവളോ പറയുന്നതോ വഴിവിട്ട ജീവിതം നയിക്കുന്ന ഏതെങ്കിലും വ്യക്തി പറയുന്നതോ ഈ ലോക ജീവിതത്തേക്ക് അപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാടില്ലാതെ ഏതെങ്കിലും വ്യക്തി പറയുന്നതോ ഒരു യുക്തി ചിന്തയുടെയോ ഒരു നിരീക്ഷണ ചിന്തയുടെയോ പിൻബലത്തിലല്ല നീ ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്. മറിച്ച് നിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു തിരിച്ചറിവ് വേണം. ഞാൻ വിശ്വസിക്കേണ്ടത് വചനം പഠിപ്പിക്കുന്ന ഈ ഒരു സത്യത്തെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ ഒരു ഉയർപ്പിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 1021 വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിൽ മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. അതിനെ തുടർന്ന് യുവജന മതബോധന ഗ്രന്ഥം അതിന് 157 ഓർമ്മിപ്പിക്കുകയാണ്, ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്നും മരിക്കുമ്പോൾ തന്നെ അവന് ഒരു വിധിയുണ്ട്. അതാണ് തനതു വിധി. ഒരു വ്യക്തിയുടെ വിശ്വാസത്തിനും പ്രവർത്തനത്തിനും അനുസൃതമായി തൽക്ഷണം തന്നെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന വിധിയാണെന്ത്? തനതു വിധി. ഈ തനതു വിധിയിൽ നിന്ന് മാറ്റിയ ഒരു വിധിയല്ല പൊതുവിധി, മറിച്ച് എന്താണത്? കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ ഈ തനതു വിധിയുടെ ഒരു പൊതു പ്രഖ്യാപനമാണെന്ത്? അന്ത്യവിധി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കത്തോലിക്ക സഭ എത്ര വ്യക്തവും കൃത്യവും മനോഹരവുമായിട്ടാണ് ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഈ മരണത്തോടുകൂടെ 3 സാധ്യതകളാണുള്ളത്. എന്താണ് 3 സാധ്യതകൾ? ഒന്ന്, സ്വർഗം. യുക്കാറ്റ് 158 പറയുകയാണ്, സ്വർഗം സ്നേഹത്തിൻ്റെ അവസാനിക്കാത്ത അവസ്ഥയാണ്. നമ്മുടെ ആത്മാവ് ജീവിതകാലം മുഴുവൻ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത ദൈവത്തോട് ഒത്തായിരിക്കുന്ന അവസ്ഥയാണെന്ത്?
സ്വർഗം എന്ന് പറയുന്നത്. എത്ര സുന്ദരമായ അവസ്ഥയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1023 ഓർമ്മിപ്പിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവർ അവിടുത്തോടുകൂടെ എന്നേക്കുമായിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് തിരിച്ചറിയണം, മറ്റാരെങ്കിലും ഏതെങ്കിലും വിലകെട്ട വാക്കുകൾ പറയുന്നതല്ല നിന്റെ ജീവിതത്തിന് അടിസ്ഥാന പ്രമാണം. മറിച്ച് ഒരു സ്വർഗം നമുക്ക് പ്രത്യാശിക്കാനുണ്ട്. ഒരു സ്വർഗം നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നരകം? CCC 1033 പറയുകയാണ്, മനസ്സപിച്ച് ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെ മാരകമായ പാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്ന ഒരു വ്യക്തി തന്നെത്താൻ ദൈവത്തെ നിഷേധിച്ച് കളയുന്ന അവസ്ഥയാണ് നരകം. നരകം എന്നത് ദൈവത്തിലുള്ള ശാശ്വതമായ വേർപാടാണ്. എന്താണ് നരകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം? നരകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അവിടെ ദൈവം ഇല്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പരിപൂർണമായ അസാന്നിധ്യമാണ് നരകം. ഈ ലോക ജീവിതത്തിൽ വെച്ച് ദൈവത്തിൻ്റെ പരിപൂർണമായ അസാന്നിധ്യത്തിൽ ലോകത്തിന്റെ വ്യാമോഹങ്ങളിലും അതിന്റെ സുഖേച്ഛകളിലും ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു സ്വർഗം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കരുത്. ഈ ലോക ജീവിതത്തിൽ നീ അതിന്റെ സകല സന്തോഷങ്ങൾ നുകർന്ന് ദൈവത്തെ മറന്ന് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാവുന്ന, കരുണ അനുഭവിക്കാവുന്ന ഒരുപാട് അവസരങ്ങളെ, കൂദാശകളിലൂടെ നിന്നെ തന്നെ വിശുദ്ധീകരിക്കാവുന്ന ഒരുപാട് അവസരങ്ങളെ, ദൈവത്തിന്റെ വചനത്തെയും കൂദാശകളെയും തിരസ്കരിച്ച് കളഞ്ഞ് ഒരു താന്തോത്യത്തിൽ ജീവിച്ച് നിനക്ക് അവസാന നിമിഷം ഒരു അന്ത്യകൂദാശ സ്വീകരിച്ച് നീ സ്വർഗത്തിലേക്ക് പോകാമെന്ന് ചിന്തിക്കരുത്. മറിച്ച് നിന്റെ ജീവിതത്തിൽ നാളുകളോളം പാപം ചെയ്ത് ഒരു നരകതുല്യമായ അവസ്ഥയിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ മകനെ മകളെ ഒരു കാര്യം ഓർക്കണം. എന്താ? ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് നിനക്കൊരു സ്വർഗം കരുതിയിരിക്കുമെന്ന് ചിന്തിക്കരുത്. കാരണം എന്താണ്? ദൈവത്തിന്റെ അസാന്നിധ്യമാണ് ഈ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുത്തതെങ്കിൽ എൻ്റെ ഈ ലോക ജീവിതത്തിന് ശേഷവും ഇതേ അവസ്ഥ തന്നെയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഇതൊരു ദുരന്താവസ്ഥയാണ്. പുഴുചാകാത്ത, തീകടാത്ത ഒരവസ്ഥ. അതാണ് നരകത്തിൻ്റെ ഏറ്റവും ദയനീയത എന്ന് പറയുന്നത്. വീണ്ടും ഒരവസ്ഥയാണ് ശുദ്ധീകരണം. കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം 159 പറയുകയാണ്, ഒരു വ്യക്തി ദൈവത്തിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നു എങ്കിലും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ പാപത്തിന് പരിഹാരം ചെയ്ത് വിശുദ്ധീകരിക്കപ്പെടേണ്ട അനിവാര്യതയുണ്ട് ദൈവത്തെ മുഖാമുഖം കാണാൻ. ആ അവസ്ഥയാണ് ശുദ്ധീകരണ അവസ്ഥ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നതിനേക്കാൾ ശുദ്ധീകരണത്തിൻ്റെ ഒരു അവസ്ഥ എന്നാണ് അർത്ഥം. സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലം ഒരു നിസ്സാര സ്ഥലമായിട്ട് എടുത്തേക്കരുത്. മറിച്ച് അവിടെയുണ്ട് യാതനകളിലൂടെ കടന്നു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം. ഈ ലോകത്തിൽ നീ കൊച്ചു കൊച്ചു കഷ്ടപ്പാടും രോഗവും ദുരിതവും വിഷമമൊക്കെ അനുഭവിക്കുമ്പോൾ അത് സന്തോഷത്തോടെ എടുക്കുക. കാരണം എന്താണ്? ഇത് ഈ ലോകത്തിൽ ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകാൻ എനിക്കിട വരുന്നതിനേക്കാൾ നല്ലത് ഈ ലോകത്തിൽ വെച്ച് ഞാൻ ചില വിഷമതകളിലൂടെയും ഒറ്റപ്പെടലിലൂടെയും കഷ്ടപ്പാടുകളിലും രോഗങ്ങളുടെയും ദുരന്തത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതാ. കാരണം ഇതിനേക്കാൾ 10 മടങ്ങ് ഭീകരമാണ് ഒരു ശുദ്ധീകരണ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതത്തിൽ വെച്ച് നിനക്കൊരു ശുദ്ധീകരണ അവസ്ഥകൾ സംഭവിച്ചാൽ മകനെ മകളെ അതിൽ അഭിമാനിക്കണം, അതിൽ സന്തോഷിക്കണം. കാരണം അത് ദൈവം നിന്നോട് കാണിച്ചിട്ടുള്ള കരുണയാ. ചില രോഗം ഉണ്ടാകുമ്പോൾ ചിന്തിക്കേണ്ട അങ്ങനെയാ, ചില പീഡ ഉണ്ടാകുമ്പോൾ ചിന്തിക്കേണ്ട അങ്ങനെയാ. അതുകൊണ്ട് ഈ തിരിച്ചറിവോടുകൂടെ നമുക്ക് ഈ ലോക ജീവിതത്തിന്റെ സഹനാനുഭവങ്ങളെ, കുരിശനുഭവങ്ങളെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവർ, ചിലർ ചോദിക്കും, ദൈവം അനന്ത കരുണയല്ലേ, ദൈവം ഒരു നരകം ഒരുക്കുവോ? സ്നേഹമുള്ളവരെ, ദൈവം നരകം ഒരുക്കുന്നതാണോ? അല്ല. പിന്നെ ആരാണ്? ഈ നരകത്തെ നമ്മളാണ് സെലക്ട് ചെയ്യുന്നത്. ഈ നരകത്തെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് വഴി ദൈവത്തിൻ്റെ കാരുണ്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട്, അതിനെ പുറങ്കാല കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് ഞാൻ തന്നെ തീർത്തെടുക്കുന്ന, ഞാൻ തന്നെ മേടിച്ചെടുക്കുന്ന അവസ്ഥയാണ് നരകം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളതായ നന്മയെ, ജീവനെ, അനുഗ്രഹത്തെ നെഞ്ചോട് ചേർക്കാനായാൽ ഞാൻ ഒരു സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ദൈവമകനും മകളുമായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഒരു കാര്യം കൂടെ ബാക്കി നിൽക്കുകയാണ്. എൻ്റെ ഈ ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ടോ? എന്താ പറയുന്നു? എൻ്റെ ഈ ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ടോ? ചിലരൊക്കെ പറയും, ശരീരം കൊണ്ട് ഒരു ഉപകാരമില്ലല്ലോ. അല്ലെ, നമ്മൾ പൊതുവെ ചിന്തിക്കും,
ശരീരം കൊണ്ട് എന്നാ ഉപകാരം? ആത്മാവല്ലേ ദൈവത്തിലേക്ക് പോകേണ്ടത്. ശരിയാണ്, നമ്മുടെ ചിന്തകളിൽ അങ്ങനെയൊക്കെ തോന്നാം. പ്രിയപ്പെട്ടവരെന്നാ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എന്താണ് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നത്? ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ശരീരത്തിന് ഒരു ഉയർപ്പുണ്ട്. യുവജന മതബോധഗ്രന്ഥം അതിന് 153 വ്യക്തവും കൃത്യവുമായിട്ട് പഠിപ്പിക്കുകയാണ്. ദൈവം നമ്മുടെ ശരീരത്തെ മാംസത്തോടുകൂടെ സൃഷ്ടിച്ചു. മാംസത്തെ ഒരു പഴകിയ കളിപ്പാട്ടം പോലെ അവിടുന്ന് തള്ളിക്കളയുന്നില്ല, മറിച്ച് മനുഷ്യൻ ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ ഞാനും നിങ്ങളുമൊക്കെ ഈ ശരീരത്തിന് ആയിരിക്കുന്ന അവസ്ഥയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. ഈ തണ്ടും തടിയും എടുക്കും, ഈ അവസ്ഥയൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മൾ ഈ ശരീരത്തോടു കൂടെ ഉയർത്തെഴുന്നേൽക്കേണ്ടതാണ്. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ടാണ് ശരീരത്തിൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശരീരത്തിൽ പാപം ചെയ്യരുതെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ഉയർപ്പ് ഈ ശരീരത്തോടു കൂടെ ഉയർപ്പ് തന്നെയാണ്. പക്ഷേ ആ ശരീരത്തിന് ചില വ്യത്യസ്തതകളുണ്ട്. എന്താണത്? അതാണ് മഹത്വീകൃതമായ ശരീരം. നിങ്ങൾ ഓർക്കണം, ഇതിന്റെ വ്യത്യസ്തതയെ ഒരു വാക്കിൽ ഞാൻ വിശദീകരിക്കാം. എന്ന് പറഞ്ഞാൽ, ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ കഥ കടച്ചിരുന്നു, എന്നാൽ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ നമ്മൾ തിരിച്ചറിയുന്നത് എന്താണ്? ആ ശരീരം ഒരു അരൂപിയാണ്, അദർശമായ ശരീരമാണ്. എന്നാൽ അതേസമയം തന്നെ ക്രിസ്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ഭൂതത്തെ അല്ല കാണുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. എന്നിട്ട് അവൻ ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവരുടെ മുമ്പിൽ വെച്ച് അവനത് ഭക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവന് ഒരു ശരീരമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ശരീരത്തെയാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരും മറ്റവസരത്തിൽ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും അവരും കണ്ടെത്തിയത്. അതുകൊണ്ട് എന്താ തിരിച്ചറിയേണ്ടത്? ഒരു ശരീരമുണ്ട്, ഒരു ശരീരത്തോടു കൂടെയാണ് ഉയർക്കുക. ആ ശരീരത്തിന്റെ വ്യത്യസ്തതയാണ് അത് രൂപാന്തരീകൃതമായ മഹത്വീകൃതമായ ഒരു ശരീരമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ക്രിസ്തുവിനെ പോലെ തന്നെ ഈ ശരീരത്തോടു കൂടെ ഉയർത്തെഴുന്നേൽക്കേണ്ടതിനാൽ ശരീരത്തിൽ പാപം ചെയ്യരുത്. അതുകൊണ്ടാണ് ആത്മശരീര വിശുദ്ധി പാലിക്കണം എന്ന് സഭാപിതാക്കന്മാരും ദൈവിക വ്യക്തികളും ആത്മീയ വ്യക്തികളും വ്യക്തവും കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുക. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ചോദിച്ച് ഒരു കൂട്ടർ കർത്താവിന്റെ പക്കലെത്തുമ്പോൾ അവിടുന്ന് എന്താ പറയുക? ഒരു നാണയം എന്നെ കാണിക്കുക. നാണയം കാണിച്ചു. ഇതിന്റെ രൂപവും ലിഖിതവും ആരുടെയാ? അവർ പറഞ്ഞു, ഈ രൂപവും ലിഖിതവും സീസറിന്റെയാ. ഈശോ എന്താ പറഞ്ഞേ? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഈ നാണയത്തിലെ രൂപവും ലിഖിതവും സീസറിൻ്റെതാകിയാൽ അത് സീസറിനുള്ളത്. ഇനി ബാക്കിയുള്ളത് എന്താ? ബാക്കി നീയാ. നിന്റെ രൂപം, നിന്റെ ലിഖിതം അത് ആരുടെയാ? അത് ദൈവത്തിൻ്റെയാ. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ മുദ്ര പതിഞ്ഞവനാ, അവൻ ദൈവത്തിനുള്ളവനാ. അതുകൊണ്ട് അഗസ്തീനോസ് പറഞ്ഞു വെച്ചത്, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ നിലനിന്ന നിത്യജീവൻ എന്ന യാഥാർത്ഥ്യത്തെ സ്വന്തമാക്കേണ്ടത് അനിവാര്യമാണ്. നമുക്ക് ഈ ദിനത്തിൽ ഹൃദയം നിറഞ്ഞ് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നിത്യജീവൻ കരഗതമാക്കാൻ ഉതകുന്ന രീതിയിൽ ഈ ലോക ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ എനിക്ക് ആത്മീയ ബലം നൽകണമേ. എന്നെ ബോധ്യങ്ങളിലേക്ക് നയിക്കണമേ. ദൈവമേ, എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഹൃദയം ദൈവത്വങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. നിത്യ ജീവൻ നൽകുന്ന പരിശുദ്ധ കൂദാശയായി ഈശോ കടന്നു വരുന്ന നിമിഷങ്ങളിൽ ആ ശരീരത്തോട് ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നിത്യജീവനെ സ്വന്തമാക്കുവാൻ എനിക്ക് കൃപ തരണമേ. ഈ പ്രാർത്ഥനയോടുകൂടെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ബലഹീന ജീവിതത്തിലേക്ക് ശക്തി പകരുവാൻ ജീവിക്കുന്ന ദൈവമായി കടന്നു വന്നിരിക്കുന്ന കർത്താവെ, അങ്ങേ സ്നേഹിച്ച് ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിൽ എൻ്റെ ബലഹീന ജീവിതത്തെ അങ്ങയുടെ ദിവ്യ ചൈതന്യത്താലും ദിവ്യജ്ഞാനത്താലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലോകത്തിൻ്റെ വശ്യതകളിൽപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ തിരിച്ചറിയാതെയുള്ള ഒരു ജീവിതം നയിച്ചുപോയി. ലോകത്തിൻ്റെ വശ്യതകൾ എന്നെ വ്യാമോഹിപ്പിച്ചപ്പോൾ കർത്താവെ, എൻ്റെ നിലയും വിലയും ഞാൻ മറന്നുപോയി.
എന്നിലുള്ള ദൈവിക സാന്നിധ്യത്തെയും ദൈവിക ചൈതന്യത്തെയും ഞാൻ നിഷേധിച്ച് കളഞ്ഞ് പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നിർവീര്യമാക്കി കളഞ്ഞുള്ള ഒരു ജീവിതം നയിച്ചുപോയി. ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഓരോന്നിനും ആത്മാർത്ഥമായി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ ബലഹീന ജീവിതത്തിലേക്ക് അങ്ങയുടെ ശക്തി പകരണമേ. എൻ്റെ ബലഹീന ജീവിതത്തിലേക്ക് അങ്ങയുടെ അഭിഷേകം പകരണമേ. എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ളതായ തിരിച്ചറിവില്ലാതെ ഈ കഴിഞ്ഞകാല ജീവിതത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാത്തിനും കർത്താവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം എന്നിലേക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അഭിഷേകമാണ് നിത്യജീവൻ. എന്നും അവിടുത്തോടു കൂടെ ആയിരിക്കുക. ഈ ലോകത്തിൽ എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കുന്നവരാണ് ഈ ലോക ജീവിതത്തിന് ശേഷവും അവിടുത്തോടു കൂടെ ആയിരിക്കുന്നത്. ഈ ആരാധനയുടെ നിമിഷങ്ങളിലെങ്കിലും എൻ്റെ ജീവിതത്തെ എൻ്റെ ജീവിക്കുന്ന കർത്താവിനോട് ചേർത്ത് വെക്കാൻ തയ്യാറായാൽ, എൻ്റെ പാപത്തെക്കുറിച്ച് ഞാനൊന്ന് അനുദപിക്കാൻ തയ്യാറായാൽ, യേശു എൻ്റെ ജീവിതത്തിലേക്ക് നിറയും. റോമാലേഖനത്തിന്റെ 8-10 വചനത്തിലൂടെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ ശരീരം പാപം മൂലം മൃതമാണെങ്കിലും യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. ഓ കർത്താവേ, പാപം മൂലം മൃതമായി പോയി എൻ്റെ ജീവിതം. സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞു എന്ന് പൗലോസിന്റെ വചനം ഓർക്കുമ്പോഴും, കർത്താവെ, ജീവിച്ചിരിക്കുന്നവനെന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്, എന്നാൽ നീ മരിച്ചവനാണ് എന്ന് വചനം പഠിപ്പിക്കുമ്പോഴും എൻ്റെ ജീവിതം മൃതമാണെന്ന് തിരിച്ചറിയുക. എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒരു ശക്തി പകരണമേ. എല്ലാ ദൈവമക്കളും ഈ നിമിഷം ജീവിതം മുഴുവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മകനെ, മകളെ, കഴിഞ്ഞ കാല ജീവിതത്തിൽ പലതരത്തിലുള്ള പാപങ്ങളോ അസ്വസ്ഥതകളോ ബന്ധനങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല ദുശ്ശീലങ്ങൾക്ക് തഴക്കദോഷങ്ങൾക്ക് നീ അടിമപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തി ആയിക്കോട്ടെ. ഇന്ന് നിനക്കൊന്നും സാധിക്കുന്നില്ലാത്ത അവസ്ഥയുണ്ടോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു ബലഹീനമാക്കപ്പെട്ട അവസ്ഥയുണ്ടോ? ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഒരുപാട് രോഗത്തിന്റെ ഞെരുക്കത്തിലൂടെ നീ കടന്നു പോകുന്നുണ്ടോ? സഹനങ്ങൾ നിന്റെ ജീവിതത്തെ പിടിച്ചു മുറുക്കിയിട്ടുണ്ടോ? ആയിക്കോട്ടെ, നിന്റെ ജീവിതത്തെ നീ കർത്താവിനൊന്ന് സമർപ്പിക്കാൻ മനസ്സുണ്ടോ? നീ ജീവിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് ഇന്ന് സമർപ്പിക്കാൻ മനസ്സുണ്ടോ? ഇവിടെ നിന്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ജീവിത കാലങ്ങളായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് ജീവിക്കുന്ന ദൈവം വിടുതൽ നൽകി നിത്യജീവന്റെ ബോധ്യത്തിലേക്ക് ഉയർത്തുന്ന സമയമാണ്. എല്ലാ ദൈവമക്കളും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ സാത്താന്റെ കെട്ടുകൾ കുടുംബത്തിൽ നിന്ന് വ്യക്തിഗതത്തിൽ നിന്ന് അഴിയുക. ചില കുടുംബത്തിൽ ചില മക്കൾക്ക് ഈ പ്രത്യാശയില്ല, ഈ ജീവിതമില്ല, എങ്ങനെയെങ്കിലും ജീവിച്ച് ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ അനുഭവിച്ച് ജീവിക്കുക എന്ന ചിന്തയാ. ആ ചിന്തയെല്ലാം മാറി ദൈവികമായ ചിന്ത ഓരോ മക്കളിലേക്കും നിറയണം. കണ്ണുകളടച്ച് ഒരു നിമിഷം മനസ്സിലോർത്തെ, നിന്റെ കുടുംബത്തിന് എന്താ ആവശ്യമുള്ളത്, നിന്റെ കുടുംബാംഗങ്ങളുടെ എന്ത് നിയോഗമുള്ളത്, അവയെന്ന് കർത്താവിനെ സമർപ്പിച്ച്, അത് രോഗമായിരിക്കാം, മക്കളുടെ ചില വഴിവിട്ട ജീവിതങ്ങളായിരിക്കാം, കുടുംബത്തിലുള്ള ചില വ്യക്തികളുടെ ദുശ്ശീലങ്ങളായിരിക്കാം, അവയുടെ മേൽ കർത്താവിന് ശക്തി ഒഴുകി നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ അവരുടെ മനസ്സിൽ നിറയ്ക്കണമേ എന്ന് ചങ്കുവെട്ടി കർത്താവിനെ വിളിക്കുന്ന ഒരു സമയമാണ്. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയം കൂടിയാണ്. കരങ്ങൾ രണ്ടും എല്ലാ ദൈവമക്കളും കർത്താവിന്റെ സന്നിധിയിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച യേശുവിന്റെ നാമത്തെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിലാണ് ഈ ആശീർവാദം സ്വീകരിക്കുന്നത്. സകല ബന്ധനങ്ങൾ കെട്ടുകൾ അഴിയപ്പെടുന്ന നിമിഷങ്ങളാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും വിശ്വാസത്തോടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് യേശുവിന്റെ രക്ഷാനാമത്തെ ഉറക്കെ വിളിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലങ്ങളായിട്ട് കുടുംബങ്ങളെ, വ്യക്തിജീവിതങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന നിരാശ ചിന്ത, രോഗപീഠ, നിരീശ്വരവാദം, യുക്തിവാദം, അനുസരണക്കേടിന്റെ രൂപി യേശു നാമത്തിൽ തകർന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളുടെ ജീവിതങ്ങളെ അലസതയിലും ലോക അരൂപികളിലും വഷള സ്വഭാവങ്ങളിലും മൂഢ സ്വഭാവങ്ങളിലും ലോകത്തിന്റെ അലസതയിലും വ്യാമോഹിപ്പിച്ച് ബന്ധിച്ചിട്ടിരിക്കുന്ന അരൂപികളെ നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശയില്ലാതെ, സ്വർഗത്തെ കുറിച്ചുള്ള പ്രത്യാശയില്ലാതെ നാരകീയ തിന്മകളെ കെട്ടിയിട്ടിരിക്കുന്ന സകല ബന്ധനങ്ങളും യേശു നാമത്തിൽ അഴിയപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബത്തിലുള്ള കെട്ടുകൾ, ദുശ്ശീലങ്ങളുടെ കെട്ടുകൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദിവ്യകാരുണ്യത്തെ സ്നേഹത്തോടെ ആരാധിക്കുന്നു.